ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമുക്ക് നമ്മുടെ ഈ ലോകം ഈ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഒന്ന് പഠിക്കാം. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഒരു വാക്യം പഠിക്കാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പഠിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ വാക്യം ഒന്നും കൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഈ കാണുന്ന ഭൂമി, നമ്മളീ കാണുന്ന ഭൂമി, വേൾഡ് അല്ലെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ അയ്യോ എന്ത് മനോഹരമാണ് ഈ ഭൂമി എന്ന് നമുക്ക് ഓർക്കും, ഇല്ലേ? ആകാശത്തിൽ നോക്കിയാൽ ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ എന്ത് ഭംഗിയുള്ളതാണ്. നമ്മൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു തരം പക്ഷികളാണ്, മൃഗങ്ങളാണ്. എന്ത് ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ഗ്രാസ്, അതുപോലെ എന്ത് ഭംഗിയുള്ള പൂക്കളാണ്, ഫലങ്ങളാണ്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ഇതെന്നും ഇങ്ങനെയായിരുന്നു എന്ന് നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെയല്ലായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ. ഇത് ഭൂമി പാഴായും ശൂന്യമായിട്ടും ഇരുന്നു. മാത്രമല്ല ഇരുണ്ടായിട്ട് കിടക്കുകയായിരുന്നു. കംപ്ലീറ്റ്ലി ഇരുട്ടായിട്ട് ഭൂമി പാഴ് ശൂന്യമായിട്ട് ഒന്നുമില്ലാതെ കിടക്കുകയായിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് ത്രിയേക ദൈവമാണ്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും ദൈവവും കൂടിയാണ് ഈ ഭൂമി സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ കർത്താവ് പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ വെളിച്ചമുണ്ടായി. ഇരുട്ടായിട്ട് കിടന്ന ഒരു ഭൂമിയിൽ എന്തുണ്ടായി? വെളിച്ചമുണ്ടായി. അപ്പോൾ കർത്താവിന് നോക്കി ഇരുട്ട് മാറി വെളിച്ചം വന്നപ്പോൾ അത് നല്ലതെന്ന് മനസ്സിലായി. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഇരുട്ടും വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ഇരുട്ടായിരുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അത് കഴിഞ്ഞ ശേഷം കർത്താവ് എന്ത് ചെയ്തു? ഈ വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. അത് കഴിഞ്ഞ് ദൈവം അപ്പോൾ അത് അങ്ങനെയാണ് ദിവസവും രാത്രിയും പകലും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. ആദ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, മുഴുവനും ഇരുട്ടായിരുന്നു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. അങ്ങനെ 1-ാം ദിവസം, ആദ്യത്തെ ദിവസം ദൈവം ചെയ്തതാണ്. എന്ത് ചെയ്തു? വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. 2-ാമത്തെ ദിവസം ദൈവം വെള്ളങ്ങളുടെ, അപ്പോൾ ഭൂമിയിൽ വെള്ളമാണ്, വെളിച്ചമുണ്ടായിരുന്നു, പക്ഷെ വെള്ളത്തിൽ കിടക്കുവാണ്. ഒന്നുമില്ലാത്ത അവസ്ഥ നമുക്കിപ്പോൾ ഓർക്കാനും ഒക്കത്തില്ല. എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥ പാഴും ശൂന്യമായിട്ട് കിടന്ന. അപ്പോൾ ദൈവം പറഞ്ഞു വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ. വെള്ളം ഇങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം കർത്താവ് എന്ത് ചെയ്തു? വിധാനം ദൈവം ഉണ്ടാക്കി. വിധാനമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതിയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. ഒരു വേർതിരിവ് എപ്പോഴും കാണാനായിട്ട് സാധിക്കും. കർത്താവ് ആദിയിലുണ്ടാക്കിയ ആദ്യ ദിവസം മുതൽ ഒരു വേർതിരിവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു. അതിനുശേഷം ഇവിടെ വെള്ളങ്ങളും തമ്മിൽ വേർതിരിച്ചു. അതിന് ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. അതുപോലെ തന്നെ ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. അങ്ങനെ സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. അതിനുശേഷം 3-ാം ദിവസം ദൈവം ചെയ്തു. അപ്പോൾ ആകാശത്തിന് മേളിലുള്ള വെള്ളത്തിന് ആകാശമെന്ന് പേരിട്ടു. അത് തമ്മിൽ കീഴിലുള്ള വെള്ളവും മേളിലുള്ള വെള്ളവും 2-ാമത്തെ ദിവസം വേർതിരിച്ചു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പിന്നെ ചെയ്ത് ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പിന്നെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെള്ളത്തിൽ കിടക്കുക എല്ലാം മുഴുവനും വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്ന് മേളിലുള്ള വെള്ളം വേർതിരിച്ചു. അതിന് ആകാശമെന്ന് പേരിട്ടു. താഴെയുള്ള വെള്ളം തമ്മിൽ 2ആയിട്ട് വേർതിരിച്ചിട്ട് എന്തോ ചെയ്തു? ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും
വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. അത് കഴിഞ്ഞിട്ട് ദൈവം ചെയ്തതാണ്, ഭൂമിയിൽ നിന്ന് പുല്ല്, വിത്തുള്ള സസ്യങ്ങൾ, ഭൂമിയിൽ അതാത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു. ഇതൊന്നും പണ്ടിങ്ങനെ അല്ലായിരുന്നു. എന്നാൽ എത്ര മനോഹരമാക്കി ദൈവം ഭൂമിയെ തീർത്തു. അങ്ങനെ ഭൂമിയിൽ നിന്ന് പുല്ലും അതാത് തരം വിത്തമുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി, ഉഷസ്സായി 3-ാം ദിവസം. ഇനി ബാക്കി ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ വാക്യം നമുക്ക് ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായി ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇതിൽ അനേകം നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ദൈവം ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർതിരിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൽ നന്മയുണ്ട്, തിന്മയുണ്ട്, ഇരുട്ടുണ്ട്, വെളിച്ചമുണ്ട്. അത് വെളിച്ചം തിരഞ്ഞെടുക്കുവാനുള്ള തിരഞ്ഞെടുക്കണമെന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പാഠ്, നന്മ മാത്രം തിരഞ്ഞെടുക്കേണ്ടവരാണ് നാം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്കിവിടെ പഠിക്കാനായിട്ട് സാധിക്കുന്ന, ഇവിടെ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലതാണ്. അത് നല്ലതാണെന്ന് ദൈവം കണ്ടു എന്നാണ് പറയുന്നത്. ദൈവം നല്ലതാണെന്ന് കണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അത് കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യരെ ഉണ്ടാക്കുന്നതെങ്കിലും ദൈവം മനുഷ്യന് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം മനുഷ്യന് വേണ്ടി കരുതുന്നു. വെറുതെ കരുതുകയല്ല, അത് മനോഹരമായിട്ട് ഭൂമിയെ ഉണ്ടാക്കുന്ന ദൈവത്തെ കാണാനായിട്ട് സാധിക്കും. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും അതാത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ മനുഷ്യനായിട്ട് കരുതുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഭൂമി എങ്ങനെ സൃഷ്ടിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കുവാൻ സാധിച്ചു. അതുപോലെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. നന്മയും തിന്മയും വേർതിരിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ നിനക്ക് പ്രസാദമുള്ളവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെയും തെറ്റുകളെയും ക്ഷമിക്കണം. വിശുദ്ധരായിട്ട് ജീവിപ്പാൻ സഹായിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഷെയർ ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓളെ എന്ന പ്രൊവിഷനിൽ കൂടെ കൈ അമർത്തിയാൽ ആൻറ്റി എപ്പോഴൊക്കെ ഇടും അപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.